ലാലേട്ടൻ്റെ തുടരും എമ്പുരാൻ എന്നീ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ എൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാലേട്ടൻ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഈ ഒരു പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ മറ്റു ബിസിനസ്സുകളെല്ലാം ചേർത്ത് ചിത്രം 325 കോടിയുടെ ബിസിനസ് നടത്തി എന്നുള്ള ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ് ലാലേട്ടൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഉൾപ്പെടെ പൃഥ്വിരാജും ഷെയർ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 264 കോടി 265 കോടിക്കും ഇടയിലാണ്. 5 ലാംഗ്വേജിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററിലെത്തിയ സിനിമയുടെ OTT സാറ്റലൈറ്റ് റൈറ്റ്സുകൾ ചേരുമ്പോഴാണ് സിനിമയ്ക്ക് 325 കോടിയുടെ ബിസിനസ് നടത്താൻ സാധിച്ചത്. 5 ലാംഗ്വേജിൽ തിയേറ്ററിലെത്തിയ സിനിമയുടെ 5 ലാംഗ്വേജ് OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും കൂടെ ചേർത്തിട്ട് 60 CR സിനിമയ്ക്ക് നേടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് സിനിമയ്ക്ക് 325 കോടിയിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. എമ്പുരാൻ ചിത്രത്തിന്റെ OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, അതോടൊപ്പം തന്നെ തിയേറ്റർ കളക്ഷൻ എന്നിവയിലെല്ലാം നല്ല രീതിയിൽ തള്ളു നടന്നിട്ടുണ്ട് എന്നുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് കാര്യങ്ങളെല്ലാം നടന്നത് പുറത്തു പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഇനി ട്രാക്കേഴ്സ് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ ടോട്ടൽ ബിസിനസ് എല്ലാം എമ്പുരാൻ എന്ന ചിത്രം എത്രത്തോളം നടത്തി എന്നുള്ള ഒരു അപ്ഡേറ്റ് നൽകുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററിലെത്തുന്ന ലാലേട്ടൻ മൂവിയാണല്ലോ തുടരും എന്ന് പറയുന്ന മൂവി. തരുൺ മൂർത്തിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയിൽ MG ശ്രീകുമാർ ഒരു അടാറ് പ്രൊമോ സോങ് പാടിയിട്ടുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ പോകുന്ന ഈ ഒരു പാട്ടായിരിക്കും ഇത് എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നതാണ്. എന്നാൽ ആളുകൾ ചോദിക്കുന്നത് ഈ ഒരു പാട്ട് എന്ന് റിലീസാവും എന്നുള്ളത്. എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു പാട്ട് സിനിമ റിലീസായതിൻ്റെ ശേഷം മാത്രമേ പുറത്തു വരൂ എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പിലുള്ള മൂവിയാണ് തുടരും എന്ന് പറയുന്ന മൂവി. ഈ ഒരു പാട്ട് വരുന്നതോടുകൂടെ വേറെ ലെവൽ ഹൈപ്പിലേക്ക് ചേക്കേറും. അങ്ങനെ വലിയ ഒരു ഹൈപ്പിലേക്ക് തുടരും എന്ന് പറയുന്ന ചിത്രത്തെ തള്ളിവിടാൻ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടില്ല. സിനിമ തിയേറ്ററിൽ എത്തി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയതിന്റെ ശേഷം മാത്രം കൂടുതൽ ചർച്ച ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാടിലാണ് തരുൺ മൂർത്തി. ഈ ഒരു അഭിപ്രായത്തെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊമോ സോങ് സിനിമ തിയേറ്ററിൽ എത്തിയതിന് ശേഷം റിലീസ് ചെയ്യണോ, സിനിമ തിയേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ റിലീസ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജുനാസ്. ഓക്കെ, ബൈ.